ഓം ശാന്തി. ഒരിക്കൽ ഒരു എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ എത്തേണ്ടതായിരിക്കുന്ന പാസഞ്ചേഴ്സിനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരാൾ വളരെ തിരക്ക് പിടിച്ച് തൻ്റെ സൂട്ട് കേസുമായിട്ട് ഓടി വരുന്നു. തൻ്റെ ചെക്ക് ഇൻ ചെയ്തെല്ലാം കഴിഞ്ഞ് റെഡിയായി എയർ ഹോസ്റ്റ് എയറിങ് കൊണ്ട് ഫ്ലൈറ്റിലേക്ക് പോകുന്നു. അദ്ദേഹം കയറിയിരുന്നു, സെറ്റായി, ഫ്ലൈറ്റ് എടുത്തു. ഒത്തിരി തിരക്ക് പിടിച്ച വലിയൊരു VIP ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര കാണുമ്പോഴും തിരക്ക് കാണുമ്പോഴും കാര്യങ്ങൾ കാണുമ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശക്തമായിരിക്കുന്ന ഇടിമിന്നലും കാറ്റും മഴയും കാരണം ഫ്ലൈറ്റിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. ഒരു 20 മിനിറ്റ് പോലും പറന്നിട്ടുണ്ടായിരിക്കില്ല. ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. ഈ കാലാവസ്ഥയുടെ വ്യതിയാനം കാരണം ഫ്ലൈറ്റ് തൊട്ടടുത്തതായിരിക്കുന്ന എയർപോർട്ടിൽ എമർജൻസി ലാൻഡിങ്ങിന് പോവുകയാണ്. എന്തായാലും ലക്ഷ്യത്തിലെത്താൻ പെട്ടെന്ന് സാധ്യമല്ല എന്ന്. ഫ്ലൈറ്റ് എമർജൻസി ലാൻഡ് ചെയ്തു, സേഫായി ഇറങ്ങി. അദ്ദേഹം തൻ്റെ സൂട്ട് കേസുമായിട്ട് പുറത്തിറങ്ങി. വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മൈൻഡാണ്. താഴെ പോവാൻ സമയത്ത് സെക്യൂരിറ്റിയുടെ അടുത്ത് ആ ഫ്ലൈറ്റിൽ നിന്ന് താഴത്തിറങ്ങുമ്പോൾ ടിക്കറ്റ് ചോദിച്ച ആളുടെ അടുത്ത് അദ്ദേഹം കത്തി, നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് എവിടേക്ക് എത്ര എന്തൊക്കെ അർജൻറ്റായിട്ട് കാര്യങ്ങളാണ് പോകുന്നത്, എത്ര സീരിയസ് കോൺഫറൻസ് ആണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയും. അങ്ങനെ അദ്ദേഹം അവരുടെ അടുത്ത് ഇങ്ങനെ ചൂടായി സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ പറയാണ്, ഡോക്ടർ പട്നായിക് അല്ലേ എന്ന് പറയുകയാണ്. അതെ, എന്താണ് പറ്റിയത് സാർക്കിന്, എന്താണ് താറാകെ അപ്സെറ്റ് ആയിരിക്കണം ചോദിക്കുമ്പോൾ പറയും, എന്ത് ചെയ്യാൻ, എനിക്കൊരു എമർജൻസി കോൺഫറൻസിന് എത്തിയേ പറ്റൂ. സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഈ സംസാരിച്ച ആൾ പറഞ്ഞു, അത് സാരമില്ല സാറേ, 2 മണിക്കൂർ ഒരു കാറ് പിടിച്ചാലും സാറിനോട് എത്താൻ പറ്റും, എന്തായാലും പ്രോഗ്രാം ലേറ്റ് ആവാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, 2 മണിക്കൂർ ജേണിയുള്ളൂ ബൈ ടാക്സി, പോവാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം സന്തോഷത്തോടുകൂടി ഇയാളോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. എയർപോർട്ട് അധികാരികൾ അദ്ദേഹത്തിന് ഒരു ടാക്സി തയ്യാറാക്കി കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ആ ടാക്സിയിൽ കയറി യാത്ര പുറപ്പെട്ടു. അധികം വൈകാതെ കാറ്റും മഴയിലും പെട്ട് ടാക്സി വഴിതെറ്റി പോണ്ട ദിശയിലേക്കല്ല മറ്റൊരു ദിശയിലേക്ക് പോയി. കുറേ ദൂരം യാത്ര ചെയ്ത് വിജനമായ വഴികളിൽ എത്തിയപ്പോൾ ഡ്രൈവർക്ക് മനസ്സിലായി എവിടെയോ വെച്ചെൻ്റെ വഴി തെറ്റിപ്പോയി, ഇനി അത്ര ദൂരം തിരിച്ചു പോയിട്ട് വേണം പോവാൻ. പക്ഷേ ആ തണുപ്പും മഴയും കാറ്റും കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത പോലൊരവസ്ഥ. അപ്പോൾ പതുക്കെ നോക്കുന്ന സമയത്ത് ഈ കാറിൻ്റെ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ കുറച്ചങ്ങ് ദൂരെയായിട്ട് ഒരു വെട്ടം കാണുന്നുണ്ട്. ഒരു കൊച്ചു കുടിലെന്ന് തോന്നുന്നു. അപ്പോൾ ഡോക്ടർ ആകെ ക്ഷീണവും നിരാശയും കൊണ്ട് അവശനായിപ്പോയി. ഈ ഡ്രൈവർ ഭയം കൊണ്ട് വല്ലാതായിപ്പോയി. അപ്പോൾ ഡ്രൈവർ അവസ്ഥ കണ്ടപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം നിങ്ങൾ ആ വീട്ടിലേക്ക് വണ്ടി വിട്, അവിടെ പോയിട്ട് അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് പോകേണ്ടത്, ഗൈഡൻസ് എടുക്കാൻ പോകാമെന്ന് പറയും. ചെല്ലുമ്പോൾ ഒരു ചെറിയ കുടിൽ തന്നെ, കുടിൽ പോലൊരു വീട്. വാതിലിൽ മുട്ടി അകത്തുനിന്നൊരു വൃദ്ധയുടെ ശബ്ദം കേൾക്കുകയാണ്, ആരാണെങ്കിലും വാതിൽ തുറന്ന് അകത്തു വന്നോളൂ എന്ന്. നോക്കുമ്പോൾ കാണുന്നു കയ്യിലൊരു ജപമാലയും പിടിച്ചിട്ടുണ്ട്, മുന്നിൽ ഭാഗവതം ഇരിക്കുന്നുണ്ട്. ഒരു മുത്തശ്ശി ഇരുന്ന് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൃഷ്ണൻ്റെ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ കുറച്ച് വെള്ളം ഇരിക്കുന്നുണ്ട്, കുറച്ച് പഴങ്ങൾ വെച്ചിട്ടുണ്ട്. ആ റൂമിൽ തന്നെ മറ്റൊരു സൈഡിൽ ഒരു പായ വിരിച്ചിട്ടൊരു കുട്ടി പുതച്ച് കിടക്കുന്നുമുണ്ട്. അപ്പോൾ ഡോക്ടർ അകത്ത് ചെന്ന് പറയും, അമ്മേ ഒരു സഹായം ചെയ്യോ, എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഒരു ഫോണോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഈ വീട്ടിലോ ഫോണ്, കറണ്ടില്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്തൊരു കൊച്ചു കുടിലാണ്, ഇവിടെ എനിക്ക് ഫോണില്ല, എന്നാലും നിങ്ങളൊരു കാര്യം ചെയ്യേ, എനിക്ക് വഴി പറഞ്ഞു തരാൻ പറ്റിയില്ലെങ്കിലും തെറ്റാതെ പറഞ്ഞു തരാൻ പറ്റുന്നവനല്ലേ ഈ മുന്നിൽ നിൽക്കുന്നത്, ഞാൻ അവിടെ ചരണാമൃതമായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്, പഴങ്ങൾ കഴിച്ചിട്ടുണ്ട്, ഈ കാറ്റിലും മഴയിലും പെട്ട് നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും ഒന്ന് മഴ ചോരാതെ പോകാനാവില്ല, അതുകൊണ്ട് ആ വെള്ളം കുടിക്കൂ, ആ പഴം കഴിക്കൂ, നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഈശ്വരൻ തന്നെ ശക്തി തരട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ വിഷമത്തോടു കൂടിയാണെങ്കിലും തൽക്കാലം ആശ്രയമായിട്ട് ഇരിക്കാനൊരു സ്ഥലം കിട്ടിയല്ലോ എന്ന വിചാരത്തിൽ അവിടെ നിന്ന് ആ ചരണാമൃതം എടുത്തു 2 പേരും കഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന പഴം എടുത്തു കഴിച്ചു. നോക്കുമ്പോൾ ഈ അമ്മ ആ കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് പേര് ചൊല്ലിക്കൊണ്ട് വിളിക്കുന്നത് കാണുന്നുണ്ട്. ഒരു ഞരക്കം പോലെ മാത്രം ഈ പായെന്നുള്ള കുട്ടിയുടെ ശബ്ദവും കേൾക്കുന്നു. അപ്പോൾ ഡോക്ടർക്ക് ചോദിച്ചു, ഇതെന്ത് പറ്റി, എന്താ കുട്ടി ഇങ്ങനെ വിളിച്ചെണിക്കാതെ കിടക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഈ അമ്മൂമ്മയുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങും. പറയും, ഇവന് അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ പെട്ട് മരിച്ചുപോയി, ഇവന് ഞാനേ ഉള്ളൂ ആധാരമായിട്ട്, ഇവന് വന്നതായിരിക്കുന്ന ഈ ഒരു പനിയും ഈ ഒരു അസുഖവും കാരണം അവന് എനിക്ക് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല, ബോധം പോയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയാണ്. അടുത്ത ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഡോക്ടർ പട്നായിക്കിനെ കാണിക്കൂ, അദ്ദേഹത്തിന് മാത്രമേ ഈ അസുഖത്തിൻ്റെ കാര്യം കണ്ടെത്താനും ചികിത്സിക്കാനും പറ്റൂ, ഇവിടുത്തെ ഡോക്ടർമാർക്ക് ആർക്കും ഇവൻ്റെ അസുഖം കണ്ടെത്താൻ പോലും പറ്റുന്നില്ല, എന്തുകൊണ്ട് പനി മാറുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല.
പക്ഷേ ഈ ഡോക്ടർ പട്നായിക്കിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം അടുത്ത പട്ടണത്തിലാണ് താമസിക്കുന്നത്. അവിടേക്ക് ഇവനെ കൊണ്ടുപോകാനുള്ളതായിട്ടുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഇതുവരെയുള്ള എൻ്റെ എല്ലാ പ്രാർത്ഥനകളും കേട്ട ഭഗവാനെ, ആ ഭഗവാൻ തന്നെ വേണ്ടി വരും ഈ ഡോക്ടർ പട്നായിക്കിൻ്റെ അടുത്തേക്ക് ഇവൻ എത്തിക്കാൻ എന്ന്. ഡോക്ടർക്ക് ഇത് കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി, തൊണ്ട ഇടറിപ്പോയി. അപ്പോൾ ഡോക്ടർ പറയും, അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫ്ലൈറ്റിന് ഇടിമിന്നലും മഴയും ഉണ്ടാക്കി താഴ്ത്തിറക്കാനും ഒരു കാറിൻ്റെ ഡ്രൈവർക്ക് വഴിതെറ്റിക്കാനും പറ്റുമായിരുന്നില്ലേ? എന്നാൽ പിന്നെ അമ്മ നേരിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ രോഗവും മാറിയനെ. എന്തായാലും അമ്മ വിഷമിക്കണ്ട, അമ്മയുടെ പ്രാർത്ഥന ഫലിച്ചു എന്ന് പറയുക. അപ്പോൾ ഈ വൃദ്ധ കണ്ണ് തുടച്ചുകൊണ്ട് ചോദിക്കുക, എന്താ മോനെ പറയുന്നത്? ഞാനാണ് ഈ ഡോക്ടർ പട്നായിക്. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ ഫ്ലൈറ്റ് പറക്കാൻ പറ്റാതായതെന്നും കാറ് വഴി തെറ്റിയതെന്നും ഞാൻ അറിഞ്ഞില്ല. ഈ നേരം വരെ ഞാൻ ഈശ്വരനോട് ദേഷ്യപ്പെട്ടു. പക്ഷേ ഇനി എന്തായാലും ഞാൻ എൻ്റെ ദൗത്യം ചെയ്യട്ടെ എന്ന്. അദ്ദേഹം പരിശോധിച്ചു, കാരണം കണ്ടെത്തി. തൻ്റെ ബാഗ് തുറന്നുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടതായിട്ടുള്ള മരുന്നുകൾ കൊടുത്തു. അങ്ങനെ അവർക്ക് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് ആ ഡോക്ടർ പുറത്തിറങ്ങി വന്നു. തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിന് ഡ്രൈവർ പറയുകയാണ്, കാറ്റൊഴിഞ്ഞു, മഴയൊഴിഞ്ഞു, സ്വസ്ഥായി സാറേ, ഇനി നമുക്ക് പോകേണ്ടതായിരിക്കുന്ന വഴി എനിക്കേ മനസ്സിലായി എന്ന്. ഈശ്വരനോടൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ തനിക്കൊരു വഴിയില്ല എന്നുള്ളതായിട്ടുള്ള ബോധ്യമായിക്കൊണ്ട് ഈശ്വരൻ്റെ കയ്യിലെല്ലാം സമർപ്പിക്കുമ്പോൾ എന്ത് വിധി ഉപയോഗിച്ചാണെങ്കിലും, പ്രകൃതിയെ തൻ്റെ കൂട്ടാക്കിക്കൊണ്ടാണെങ്കിലും, മനുഷ്യന്മാരെ വഴിതെറ്റിച്ച് കൊണ്ടുപോയിട്ടാണെങ്കിൽ പോലും ഭഗവാൻ നമുക്ക് വേണ്ട രക്ഷ തന്നിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ ശക്തി, ഈശ്വരന് മുന്നതായിട്ടുള്ള സമർപ്പണത്തിൻ്റെ ശക്തി, അത് രണ്ടും ഒരുപോലെ ശക്തമായിരിക്കണമെന്ന് മാത്രം. സംശയമില്ലാത്ത വിശ്വാസവും അല്പം പോലും മാറ്റിവെക്കാത്ത സമർപ്പണവും, ഇത് രണ്ടും നിങ്ങൾക്ക് കൈമുതലായിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നമുക്കൊപ്പുള്ളതാണ്, ഈ ലോകം നമുക്ക് സഹായിക്കാനുള്ളതാണ്, ഈശ്വരൻ നമുക്ക് വഴി കാട്ടിക്കാനുള്ളതാണ്. ആ ഈശ്വരൻ്റെ കൃപയും ശക്തിയും എന്നും അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും, ആ വിശ്വാസത്തിൻ്റെ ശക്തി ഏതൊരു കഠിന പരിതസ്ഥിതിയിൽ പോലും നിങ്ങളെ വിജയത്തിൻ്റെ മധുരം നുകരുന്ന അവസ്ഥയിലേക്ക് മാറ്റട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.